ഓരോ വ്യക്തിയുടെ ലൈഫിൽ സ്വാധീനിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ. അങ്ങനെ സാറിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആരാണ്? അതൊരു ടീച്ചറാവാം, ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാളാവാം, ഒരു മെൻറ്ററാവാം. അങ്ങനെ ആരാ സാറിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചേക്കുന്ന ആൾ? എൻ്റെ ലൈഫിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിരിക്കുന്ന ആളുടെ പേര് ഡോക്ടർ എ എം മൈക്കിൾ എന്ന് പറയും. അദ്ദേഹം ഞാൻ MSc പഠിക്കുമ്പോൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു വാട്ടർ ടെക്നോളജി സെൻറ്ററിൻ്റെ ഡയറക്ടറായിരുന്നു. അതായത് വെള്ളത്തിനെ സംബന്ധിച്ച ഒരു ടെക്നോളജി, അപ്പോൾ അതിൻ്റെ ഡയറക്ടറാണ്. അപ്പം അതിന് മുമ്പേ അദ്ദേഹം അഗ്രികൾച്ചറൽ എൻജിനീയറിങ്ങിൽ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് മൈക്കിൾ ആൻഡ് ഓജ എന്ന് പറയുന്നതാണ് ആ ബുക്കിൻ്റെ പേര്. വാട്ടർ മാനേജ്മെൻറ്റോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ടൈറ്റിൽ. ഇപ്പോൾ ഇന്ത്യയിലെ അന്നുള്ളതിലെ ഏറ്റവും ആധികാരികമായ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് വാട്ടർ മാനേജ്മെൻറ്റിനെ പറ്റി ഈ മൈക്കിൾ ആൻഡ് ഓജ. അപ്പോൾ അതിലെ മൈക്കിളാണ് ഈ ഡോക്ടർ എ എം മൈക്കിൾ. ഓജ എന്ന് പറയുന്നത് വേറെ ഏതോ യൂണിവേഴ്സിറ്റി, പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ മറ്റൊരു പ്രൊഫസറാണ്. അപ്പോൾ അവരുണ്ടെങ്കിൽ കൂടെ ഒരു ബുക്ക് എഴുതി. ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും നല്ല ബുക്ക് എന്ന് പറയുന്നത് ഇസ്രായേൽസൺ ആൻഡ് ഹാൻസൺ എന്ന് പറയുന്ന രണ്ട് പേരെഴുതിയ വാട്ടർ മാനേജ്മെൻ്റ് ഒരു ബുക്കാണ്. ഇസ്രായേലിൽ നിന്ന് മറ്റേ ഉള്ളതാണ് വാട്ടർ മാനേജ്മെൻറ്റിലെ ഏറ്റവും ഒരു ഇസ്രായേൽസൺ ആൻഡ് ഹാൻസൺ രണ്ടുപേരെഴുതി. അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൈക്കിൾ ആൻഡ് ഓജയാണ് ആ ബുക്ക്. അപ്പോൾ അദ്ദേഹം വാട്ടർ ടെക്നോളജി സെൻറ്ററിൻ്റെ ഡയറക്ടറായിരുന്നു ഞാൻ MSc പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹം ഒന്ന് കേരളത്തിൽ നിന്ന് തന്നെയുള്ള ആളാണ്. അദ്ദേഹം ഒരു ബുക്ക് എഴുതി, അതൊരു നല്ലൊരു ബുക്ക് വാട്ടർ മാനേജ്മെൻറ്റിൽ. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം വാട്ടർ ടെക്നോളജി സെൻറ്റർ, അപ്പോൾ അദ്ദേഹത്തെ കാണാനൊരു ദിവസം ഞാൻ അദ്ദേഹത്തിന് വാട്ടർ ടെക്നോളജി സെൻറ്ററിൽ അപ്പോയിൻമെൻറ്റൊക്കെ വാങ്ങിച്ച് പോയി. കുറേ നേരം പുറത്തിരുന്നിട്ടാണ് ഡയറക്ടറുടെ അടുത്ത് കാണാൻ വേണ്ടിയൊക്കെ പറ്റിയത്. അപ്പോൾ അന്ന് സംസാരിച്ചു. അത് ആദ്യം സംസാരിക്കുന്ന ഒരാളല്ല, ഒരു ശാസ്ത്രജ്ഞനാണല്ലോ. അങ്ങനെ ഗവേഷണം നടത്തുക പുള്ളി ഈ വാട്ടർ മാനേജ്മെൻറ്റിലുള്ള ഒരു ചിന്തയും അതിൻ്റെ ഗവേഷണവും PhD സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ പലയിടത്തും ഈ പല സംസ്ഥാനങ്ങളിലുമുള്ള ഈ ഇറിഗേഷൻ പ്രോജക്റ്റുകളുടെ വാട്ടർ മാനേജ്മെൻറ്റ്, അതിൻ്റെ പൈപ്പ് എങ്ങനെയാണ്, കനാൽ എങ്ങനെ പോകണം, അതിൻ്റെ സ്ലൂയിസ്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ അഡ്വൈസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരുന്നിരിക്കണം. തിരക്കുള്ള മനുഷ്യൻ. അപ്പോൾ അതിനുശേഷം ഞാൻ കണ്ടതിന് ശേഷം പിന്നീട് പല പ്രാവശ്യവും കേരളത്തിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട് അങ്ങനെ പല പ്രാവശ്യം കാണുകയും. അപ്പോൾ അദ്ദേഹം എപ്പോഴും പഠിത്തമാണ്, വായനയാണ്, ചിന്തയാണ്, അങ്ങനെയൊക്കെയാണ്. ഇത്രയും വലിയൊരു പുസ്തകം എഴുതിയ ഒരാളാണേലും എന്നെ ആകർഷിച്ച ചില കാര്യങ്ങൾ അദ്ദേഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു സാറാണ് അദ്ദേഹം. എൻ്റെ ഒരു ടീച്ചർ എന്ന് പറയാമല്ലോ. പക്ഷേ എന്നെ അധികം അന്ന് പഠിപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല നേരിട്ട്, പക്ഷെ അല്ലാത്ത വിധത്തിൽ കുറേയധികം കാര്യങ്ങൾ പഠിപ്പിച്ച അത് എൻ്റെ ഒരു മെൻറ്ററെന്ന് ഞാൻ പറയില്ല, ടീച്ചറെന്നും പറയില്ല, പക്ഷേ എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തി. അത് ടീച്ചറാണ്, മെൻറ്ററാണ്, ഇതെല്ലാമാണ്. അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ ആ തീക്കോയ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒറിജിനലി. പൂഞ്ഞാറിന് കുറച്ചുകൂടെ കിഴക്കോട്ടാണ്, പാതാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒറിജിനലി. അവിടുന്ന് പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി അലഹബാദിലവിടെ പോയി പഠിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ കാണുന്നത് MSc പഠിക്കുന്ന സമയത്താണ് കാണുന്നത്. അപ്പോൾ ഞാനവിടെ എത്തിയത് കൊണ്ടും അദ്ദേഹം അതിൻ്റെ ഇതായതുകൊണ്ട് എൻ്റെ നാട്ടിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട് നാച്ചുറലി ഇപ്പോൾ ഒരു ബംഗാളിയിൽ നിന്ന് വന്ന ഒരു സ്റ്റുഡൻ്റ് അവിടെ ബംഗാളിൽ നിന്നുള്ള ഒരു പ്രൊഫസറെ പോയി കാണാൻ പോകുമല്ലോ, നാട്ടിൽ നിന്നുള്ള ഒരാളെന്നുള്ള മട്ടിൽ കാണാൻ പോകും. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പ്രൊഫസറെ കാണാൻ നോർമലി പോകും. കാരണം അവിടെ ഓരോ സംസ്ഥാനത്തു നിന്നുള്ളവരുണ്ട്. അപ്പോൾ ആ സംസ്ഥാനത്ത് വന്നവർ ആ സംസ്ഥാനത്തുള്ള പ്രൊഫസർമാരെ ഒരു കേർട്സി ആയിട്ട് ഒരു മര്യാദയാണല്ലോ അത്, അങ്ങനെ കാണും. അങ്ങനെ പോയതാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം പിന്നീട് ഒരു പരിചയമായി. അങ്ങനെ കൂടുതൽ ഞാനും തീക്കോയിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ അതിൻ്റേതായ കൂടുതൽ ബന്ധങ്ങൾ വന്നു. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിച്ചിരിക്കുന്ന എൻ്റെ വീടിൻ്റെ തൊട്ട് ഒരു അക്കര എന്ന് പറയും, തോടിൻ്റെ അങ്ങേക്കരയാണ്. അപ്പം അങ്ങനെ അതൊക്കെ പിന്നീട് അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമായി. അപ്പോൾ അദ്ദേഹം എന്നോട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെ എന്നെ എന്തെങ്കിലും സ്വാധീനിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു വേ ഓഫ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ഒരു അക്കാഡമിക്സിൻ്റെ ഒരു പോക്ക്. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയുകൊണ്ട് അന്ന് മുതൽ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉദിച്ചു, ഒരു ബുക്ക് എഴുതണമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു ബുക്ക് എഴുതി. അതിനുശേഷവും പിന്നീട് ബുക്ക് അത് റിവൈസ് ചെയ്യുക ആ മേഖലയിൽ. അപ്പോൾ അതുപോലെ എന്നെ ആവശ്യമൊരു കാര്യം, ഒരു മേഖലയിൽ നമ്മളൊരു എക്സ്പേർട്ടായിരിക്കണമെന്നുള്ളത്. അതായത് വാട്ടർ മാനേജ്മെൻറ്റിലൊരു എക്സ്പേർട്ടാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിലൊരു എക്സ്പേർട്ടായിരിക്കുക,
അതിലൊരു ബുക്ക് എഴുതുക. ബുക്ക് എഴുതണമെങ്കിൽ ഏതെങ്കിലും ഒരു ആധികാരികത ഉണ്ടാകണമല്ലോ, എന്നാലല്ലേ ചുമ്മാ വെറുതെ ബുക്ക് എഴുതി ആരും വായിക്കത്തില്ലല്ലോ. ഒരു ഓതൻറ്റിസിറ്റി അല്ലെങ്കിൽ അതോറിറ്റി ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അതുണ്ട്. അപ്പോൾ അത് സ്വായത്തമാക്കിയത് കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചും റിസർച്ച് നടത്തിയും പഠിപ്പിച്ചും ഒക്കെയാണല്ലോ അത്. അദ്ദേഹം IIT ഖരഗ്പൂർ എന്ന മറ്റാണെന്ന് തോന്നുന്നു PhD എടുത്തിരുന്നതൊക്കെ. അതിനുശേഷം അങ്ങനെ ഉയർന്നു വന്ന ഒരാൾ. പിന്നെ അദ്ദേഹം ഒരു നല്ല പൊസിഷനിൽ നിന്നിരിക്കുകയാണെങ്കിലും അദ്ദേഹം ഭയങ്കര ഹമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ആ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മാനേജ്മെൻറ്റിൽ ഒരു ജിം കോളിൻസ് എഴുതിയൊരു ബുക്ക് ജിം കോളിൻസ് അല്ലെന്ന് വേറെ ഈ ലീഡർഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്, ലെവൽ 5 ലീഡർഷിപ്പ്. ഇപ്പോൾ ലെവൽ 5 ലീഡർഷിപ്പിന് കോമ്പിറ്റൻസ് മാത്രം പോരാ, ഹ്യൂമിലിറ്റിയും കൂടെ ഉണ്ടാവും. അപ്പം നല്ല ലീഡർ എന്ന് പറയുന്നത് വലിയ അഹങ്കാരം കാണിക്കത്തില്ല, ഈഗോ കാണിക്കത്തില്ല, വളരെ ഹമ്പിളും സിമ്പിളും ആയിരിക്കും. അപ്പോൾ എന്നെ സ്വാധീനിച്ച ഒരു കാര്യം അതാണ്. അതിനുശേഷം ഞാനും അതൊക്കെ കോപ്പി അടിക്കാനും അതേപോലെ ആയിത്തീരാനും ഒക്കെ ശ്രമിച്ചിരുന്ന വളരെ ഹമ്പിളായിരിക്കുക, സിമ്പിളായിരിക്കുക. അതേസമയം നല്ല കോമ്പിറ്റൻസ് ഉണ്ടാവണം, നല്ല വിവരം ഉണ്ടാവണം, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നല്ലൊരു അതോറിറ്റി ആയിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ സ്വാധീനിച്ച അദ്ദേഹമാണ്. അദ്ദേഹം പിന്നീട് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി, IAR ഇന്ത്യൻ അഗ്രി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. അതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്, ഒരു വൈസ് ചാൻസലറുടെ ഒരു പദവി പറയാം. അതിനുശേഷം അവിടുന്ന് റിട്ടയർ ശേഷം പുള്ളി കേരളത്തിൽ വന്നിട്ട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി. പിന്നെ അങ്ങനെ ഒരു അക്കാഡമിക്സിലുണ്ടായിരുന്ന ഒരു ടീച്ചർ ആണ് എന്നെ സ്വാധീനിച്ചൊരു വ്യക്തി. അല്ല, സാറിൻ്റെ ആഗ്രഹം പോലെ അദ്ദേഹത്തെ പോലെ ബുക്ക് എഴുതണം എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ സാർ എന്തെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടോ? ഞാൻ ആദ്യം എഴുതിയ ഒരു ആധികാരികമായിട്ടുള്ളൊരു ബുക്ക് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ വിഷയത്തിലാണ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അപ്പോൾ അത് പിയേഴ്സൺ എഡ്യൂക്കേഷനാണ് പബ്ലിഷ് ചെയ്തത്. അതിപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയതുപോലെ തന്നെ ഞാനൊരു ബുക്ക് എഴുതി. ആ ഒരു വിഷയത്തിൽ എനിക്ക് ആധികാരികതയുണ്ട്. അപ്പോൾ അത് ഇന്ത്യയിലെ AICTO അവർ ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ടീച്ചറായിട്ടുള്ള സർട്ടിഫിക്കേഷനും ഞാൻ നേടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പഠിപ്പിക്കാനുള്ള ഒരു ആധികാരികതയുണ്ട്. ഞാനതിൽ ബുക്ക് എഴുതി. അത് ലോകത്തിലെ ഏറ്റവും നല്ല പബ്ലിഷറാണ്, ഏറ്റവും വലിയ പബ്ലിഷറാണ് ഈ പിയേഴ്സൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആ കമ്പനി US ബേസ്ഡാണ്. അപ്പോൾ അവരാണത് പബ്ലിഷ് ചെയ്തത്. അതിനുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഡോക്ടർ മൈക്കിൾ അദ്ദേഹം എഴുതിയ ഒരു ബുക്ക്. അതൊരു ആധികാരികമായൊരു ഗ്രന്ഥമാണ്, പിള്ളേർ പഠിക്കുന്ന ഒരു പുസ്തകമാണ്. പഠിക്കാനുള്ളത് എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പഠിക്കാനുള്ള കാര്യങ്ങൾ എഴുതാനും അത് എഴുതണമെന്നുള്ളൊരു ചിന്തയൊക്കെ വന്നതൊക്കെ അന്ന് അദ്ദേഹത്തിനാണ്. അപ്പം അതിനുശേഷം പിന്നെ ഞാൻ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതി. അപ്പോൾ അതിലും ഈ പറഞ്ഞ പിയേഴ്സൺ തന്നെ പബ്ലിഷ് ചെയ്തു. അതും ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതേപോലെയുള്ള ബുക്കുകൾ പിന്നീട് ഞാൻ എഴുതി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ അനുകരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളിൽ അനുകരിച്ചു. അദ്ദേഹത്തിൻ്റെ പല സ്വഭാവ സവിശേഷതകൾ അദ്ദേഹം ഭയങ്കര ഡിസിപ്ലിൻഡാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ്. അദ്ദേഹത്തിന് വളരെ ഹെൽത്ത് നോക്കുന്ന ആളാണ്. അദ്ദേഹം ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും. ഡൽഹിയിലുള്ള കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിലും അവിടെ നടക്കുക, ഹെൽത്ത് നോക്കും. പിന്നെ എപ്പോഴും പോസിറ്റീവ് തോട്ട്സ് മാത്രം, അത് മാത്രം ഉണ്ടായിരുന്ന. പിന്നെ എപ്പോഴും മനസ്സിൽ ഈ അദ്ദേഹത്തിൻ്റെ ഫീൽഡിൻ്റെ കാര്യങ്ങൾ, ഫീൽഡ് മീൻസ് ആ സബ്ജക്റ്റിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സ്വാധീനിച്ചൊരു കാര്യമാണ്. ആ സ്വാധീനം ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ സാറ്? ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. ഒരു 3-4 വർഷം മുമ്പ് മറ്റോ അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പം അതിന് ശേഷം എനിക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല.